സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പൊറോട്ട തയ്യാറാക്കിയാലോ. കേരള പൊറോട്ടയല്ല, ഇത് നോർത്ത് ഇന്ത്യൻ പൊറോട്ടയാണ്, ലച്ച പൊറോട്ട. അപ്പോൾ ഈ പൊറോട്ട നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ടയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മുടെ പൊറോട്ട കുറച്ച് സോഫ്റ്റ് ആണല്ലോ, ധാരാളം ഓയിലും ഉണ്ടാവും. ഇതിൽ ഓയിൽ കുറച്ച് കുറവായിരിക്കും, പിന്നെ പുറം ഭാഗം കുറച്ച് ക്രിസ്പായിട്ടിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസമുണ്ട്. നല്ല ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് സാധാരണ ഗോതമ്പ് പൊടിയാണ് എടുക്കുക. ഇത് പല വിധത്തിലും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൈദ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് റവ. 1.5 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. ഇത് വറുത്ത റവയാണ്. ഇപ്പോൾ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നത് വറുത്ത റവയാണ്. അപ്പോൾ ആ റവ തന്നെയാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കുഴച്ച് എന്തായാലും കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പം ഇത് സാധാരണ നമ്മൾ പൊറോട്ട തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുമല്ലോ, ഇതങ്ങനെയല്ല, കുറച്ച് ടൈറ്റായിട്ട് വേണം മാവ് ഇരിക്കാനായിട്ട്. 1/2 കപ്പ് മുഴുവൻ ചേർത്തു. ഇനി കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ മൂടി വയ്ക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ഓരോ ഭാഗവും ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം. ഉരുളകളാക്കി കഴിഞ്ഞു. ഇനി ഇത് പരത്തിയെടുക്കാം. അതിനായിട്ട് പരത്തുന്ന ആ കല്ലിൽ അല്പം ഓയിൽ പരട്ടി കൊടുക്കാം. ഇനി നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. എത്ര തിന്നാക്കാൻ പറ്റുന്നോ അതുപോലെ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. 2 അറ്റവും മുട്ടുന്ന വിധത്തിൽ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി 2 വശങ്ങളിൽ നിന്നും സെൻറ്ററിലേക്ക് ഒതുക്കി കൊണ്ടുവരണം. അടിയിൽ ഓയിലും അതുപോലെ മാവ് കറക്റ്റ് ആ പാകത്തിനുള്ള അയവുമാണെങ്കിൽ നല്ല വൃത്തിക്ക് ഇതുപോലെ കിട്ടിക്കൊള്ളും. ഇനി ഓരോന്നും എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം, ഒന്ന് നീട്ടിയെടുക്കണം. ഇനി വിരലിൽ വെച്ച് ചുറ്റിയെടുക്കാം. ലാസ്റ്റത്തെ ആ ഭാഗം ഉള്ളിലേക്ക് വലിച്ച് അതൊരു ലോക്കാക്കി വെക്കാം. ഇനി മേലെ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. വലിക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് കുഴച്ചിട്ടുള്ളതാണെങ്കിൽ നന്നായിട്ട് വലിഞ്ഞു കിട്ടും. കയ്യിൽ ചുറ്റുമ്പോൾ കയ്യിൽ അല്പം ഓയിൽ പുരട്ടുന്നത് നല്ലതായിരിക്കും.
എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇത് വീണ്ടും ഒരു 20 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. കൈ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ റോളർ വെച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഫ്ലെയിം ഒട്ടും കുറയരുത്, മീഡിയം ടു ഹൈ അങ്ങനെ വേണം വെക്കാനായിട്ട്. ഇനി നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. അല്പം ഓയിൽ 2 വശത്തുനിന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ ഒരു കളറൊന്ന് മാറി കുറച്ച് ഇങ്ങനെ ഒരു മുരിഞ്ഞ പോലെ വരും. പുറം ഭാഗം അല്പം മുരിഞ്ഞ ടൈപ്പായിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. ലാച്ച പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചിങ്ങനെ ഒരു സ്റ്റിഫായിട്ട് പോലെ ഇരിക്കും. കാരണം പുറമേ മുരിഞ്ഞിട്ടും ഉള്ളിൽ സോഫ്റ്റുമാണ്. നല്ല ലെയറായിട്ടൊക്കെ കിട്ടുന്ന പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് കറിയാണെങ്കിലും നല്ലതാണ്. പ്രത്യേകിച്ച് നോൺ വെജ് കറിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.